ഹായ് ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ബീഫ് അച്ചാറാണ്. അതിനാവശ്യമുള്ള 2 കിലോ ബീഫ് ഇവിടെ വെട്ടി നുറുക്കി വൃത്തിയാക്കിയെടുക്കുന്നു. അപ്പോൾ വൃത്തിയാക്കി ബീഫ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം. ഇനി വേവിച്ച് വെച്ച ഈ ബീഫിനകത്ത് 1 സ്പൂണ് മുളക് പൊടിയും ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒരു 2-3 വിസിൽ അടിച്ചെടുക്കാം. ഇനി വേവിച്ചെടുത്ത ബീഫെല്ലാം ഞാനൊരു വലിയ ചീനിച്ചട്ടിക്കകത്താക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ വെള്ളം ഇത് വറ്റണ വരെ നമുക്ക് ചീനിച്ചട്ടിനകത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വെന്ത ബീഫ് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും നമ്മളൊരു ചീനിച്ചട്ടി നമുക്കത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിനകത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ബീഫ് ഇവിടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള മസാല മുളക് പൊടി, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉലുവപ്പൊടി, പിന്നെ ഗരം മസാല, കറിവേപ്പില, കായം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് കടുകും പൊട്ടിച്ച് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞു വെച്ച മസാലകളെല്ലാം നമ്മൾ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച ബീഫ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് നേരം കൂടെ ഒരു 5-10 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.